യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയായിരുന്നു യേശു തൻ്റെ ആശയങ്ങളൊക്കെ ശിഷ്യന്മാരിലേക്ക് എത്തിച്ചത്. ഒരു ദിവസം യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തുകൂടെയാണ് യേശുവും ശിഷ്യന്മാരും അന്ന് നടന്നു പോകുന്നത്. മുന്തിരി നല്ല വിളവെത്തിയിട്ടുണ്ട്, പാകമായി നിൽക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ദാ നോക്ക്, മുന്തിരിത്തോപ്പിൽ മുന്തിരിയൊക്കെ വിളഞ്ഞിരിക്കുന്നുണ്ട്. ആ കർഷകന് നല്ല സന്തോഷമായിട്ടുണ്ടാകും ഇപ്പം അല്ലേ? അപ്പോൾ ശിഷ്യന്മാരൊക്കെ സംബന്ധിച്ച് ശരിയാ, ആ കർഷകന് ഈ പ്രാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്, അതിന് വലിയ സന്തോഷത്തിലായിരിക്കും അയാൾ. അങ്ങനെ അവർ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ യേശു ചോദിച്ചു, ഞെരിഞ്ഞൽ മരത്തിൽ മുന്തിരി ഉണ്ടായത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആളുകൾക്ക് സംശയമായി, എന്താ അങ്ങനെ ചോദിക്കുന്നത്, യേശുവിന് എന്താ പറ്റിയത്? അങ്ങനെ വീണ്ടും അവർ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും യേശു ചോദിക്കുകയാണ്, മുള്ളിൽ അത്തിപ്പഴം ഉണ്ടായത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആളുകൾക്ക് പിന്നെയും കൺഫ്യൂഷൻ, എന്താ യേശു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? യേശു പറഞ്ഞു, നല്ല മരത്തിലെ നല്ല ഫലം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നല്ല ഫലം ഉണ്ടാകുന്നത് നല്ല മരത്തിലായിരിക്കും. ഇത് പറഞ്ഞത് മനുഷ്യനെ കുറിച്ച് പറയാനാണ്. അഥവാ നല്ല മനുഷ്യനിൽ നിന്ന് നല്ല സ്വഭാവം പുറത്തേക്ക് വരും, നല്ല പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വരും, നല്ല സംസാരം പുറത്തേക്ക് വരും. ചീത്ത മനുഷ്യനിൽ നിന്ന് ചീത്ത പ്രവർത്തികൾ ഉണ്ടാവും, ചീത്ത സംസാരം ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ ചീത്ത പ്രവർത്തികൾ, ചീത്ത സംസാരം ഉണ്ടാകുന്നത് ചീത്ത മനുഷ്യരിൽ നിന്നായിരിക്കും. അപ്പൊ മനുഷ്യരെ അളക്കാൻ അവരുടെ പ്രവൃത്തികൾ നോക്കിയാൽ മതി എന്നാണ് ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അന്വേഷിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല. അതിനെക്കുറിച്ച് യേശു പറയുന്നത്, നീ നിന്റെ കണ്ണിലെ മരക്കഷ്ണം എടുത്തു മാറ്റുക, എന്നിട്ട് മറ്റുള്ളവന്റെ കണ്ണിലുള്ള കരട് നീക്കാൻ നോക്കുക. എന്നുവെച്ചാൽ നമ്മുടെ കണ്ണ് വലിയൊരു മരക്കഷ്ണം കിടക്കുക, എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, മറ്റവന്റെ കണ്ണ് ചെറിയൊരു കരടുണ്ട്, അതെടുക്കാൻ പോവാണ്. അഥവാ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുക, നമ്മളിലേക്കൊന്ന് നോക്കുക, നമ്മളിൽ എന്ത് പോരായ്മകളുണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാം, മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാം.